ഒരു ഗേ കപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനൊക്കെ ഒരാളുടെ ഈ പറയുന്ന നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ജനിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങൾ കൊണ്ടാണ് അവരങ്ങനെയായി മാറുന്നത്. അപ്പൊ അവരെ നമുക്ക് കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റില്ല. പലപ്പോഴും വീട്ടുകാരാണെങ്കിലും ഫീഡ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് അതങ്ങ് ശരിയായിക്കോളും എന്ന് പറയും, അതൊക്കെ മാറും, നീ അത് ഓക്കെ ആയിക്കോളും എന്ന് പറയും. അത് ഒരിക്കലും ഓക്കെ ആവില്ല. നമ്മുടെ കൾച്ചറും കാര്യങ്ങളും നമ്മളെ ഫീഡ് ചെയ്ത് വിടുന്നതൊക്കെ അങ്ങനെയാണ്. നീ ഒരാൾക്ക് ആണെങ്കിൽ അയാൾക്ക് മാത്രം എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേറ്റഡ് ആണ്, ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിലുള്ള അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് കാണാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ അവർക്ക് വിചാരിച്ചു വെക്കുന്നത് ഇങ്ങനെ ഇതല്ല, ഇവിടെ കാണുന്നതല്ല ഇഷ്ടം, സ്നേഹം, അല്ലെങ്കിൽ ഇതല്ല ഫാമിലി ലൈഫ്, വേറെ എന്താണെന്നാണ് മനസ്സിലാക്കി വരുന്നത്. നമ്മുടെ മക്കളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആദ്യം ചെയ്യേണ്ടത് പേരൻസിന്റെ കാര്യം, എന്റെ കുട്ടി എന്തൊക്കെ ചെയ്യും, അവൻ എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതിന് ഒരു ധാരണ വേണം. മാത്രമല്ല ഗൂഗിൾ പോലെയുള്ള കാര്യങ്ങളുടെ കടന്നുവരവ് തന്നെ ഒരു പ്രശ്നമാണ്. ഒരു 2 ദിവസം തലവേദന എടുത്താൽ ഗൂഗിൾ ചെയ്യുമ്പോൾ ആൻസൈറ്റി ആണ്. നിങ്ങൾ അതിനെ എതിർക്കും തോറും അവർക്കത് ചെയ്യാനുള്ള ടെൻഡൻസി വരാണ്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, ഇനി അത് അവർ അറിയാതെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് ആർക്കും നിർബന്ധിച്ച് ചെറിയ പണ്ടത്തെ പോലെ പിടിച്ചു കെട്ടിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ ഒരാളെ കേൾക്കുന്ന സമയത്ത് പല പേഴ്സൺസിനും പല ട്രോമാസ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു. പലപ്പോഴും ഇത്തരത്തെ ഹിപ്നോതെറാപ്പി പോലുള്ള ഹീലിംഗ് പ്രോസസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ന്യൂസിൽ നമ്മൾ കാണുന്നതാണ് റിലേഷൻഷിപ്പിലെ ബ്രേക്ക് ഡൗൺസ്, അതിലുണ്ടാവുന്ന ഹാർട്ട് ബ്രേക്സ്, അതുപോലെ അതിനെ പിന്തുടർന്ന് വരുന്ന സൂയിസൈഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ഒരു ന്യൂജൻ കുട്ടികളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് കൂടുതൽ? ഇപ്പോൾ ഒരു ന്യൂജൻ കുട്ടികളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക, അവരെ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു. അത് പ്രസന്റ്ലി ഈ പറയുന്ന പോലെ പ്ലാറ്റ്ഫോംസിന്റെ അവൈലബിലിറ്റി കൂടിയാണ് ആളുകൾക്ക് ഓരോ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടുന്നത്. ഒരു കുറച്ചു കാലം മുൻപെന്ന് വെച്ചാൽ നമുക്കൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കാണുന്നു, അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു, അവിടെ ഫിക്സ് ആവുന്നു. പിന്നെ നമ്മുടെ കൾച്ചറും കാര്യങ്ങളും നമ്മളെ ഫീഡ് ചെയ്ത് വിടുന്നതൊക്കെ അങ്ങനെയാണ്. നീ ഒരാൾക്ക് ആണെങ്കിൽ അയാൾക്ക് മാത്രം എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേറ്റഡ് ആണ്, ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലോകം മൊത്തം അവർക്ക് കയ്യിൽ കാണാം. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നത് മാത്രമല്ല, അവർ എല്ലാ ലോകരാജ്യങ്ങളെയും കാണുമ്പോൾ അവിടെയുള്ളത് എന്തുകൊണ്ട് ഇവിടെ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോൾ അവരുടെ പകുതി എക്സ്പെക്ടേഷൻസ് ആയിരിക്കും അയാളുടെ കാണുന്നത്, മറ്റൊരാൾ അതിൽ കൂടുതൽ കാണുന്നു, വേറൊരാളിൽ വേറെ കാണുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ എക്സ്പെക്ടേഷൻസ് ആയി കുറച്ച് നാൾ മൂവ് ചെയ്യുമ്പോൾ അടുത്ത എക്സ്പെക്ടേഷൻസ് കാണുമ്പോൾ അതിലേക്ക് ചാടാനുള്ള ഒരു ടെൻഡൻസി, അതായത് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഈ പറയുന്ന റിലേഷൻഷിപ്സിനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെയിം തിങ് തന്നെയാണല്ലോ. അപ്പൊ അഡൽട്സിന്, ഇപ്പൊ പാരന്റ്സിനായാലും നമുക്ക് ഈ കുട്ടികളുടെ കാര്യം മാത്രം പറയാൻ പറ്റില്ല. ഇപ്പൊ മുതിർന്ന ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ അതിലും സെയിം കാര്യം തന്നെയാണല്ലോ നടക്കുന്നത്. അതെ, ഓഫ് കോഴ്സ് അത് തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല കുട്ടികൾ കാണുന്നത് അതാണ്. ഇപ്പോൾ വീട്ടിലുള്ള അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അവർക്ക് വിചാരിച്ചു വെക്കുന്നത് ഇതല്ല, ഇവിടെ കാണുന്നതല്ല ഇഷ്ടം, സ്നേഹം, അല്ലെങ്കിൽ ഇതല്ല ഫാമിലി ലൈഫ്, വേറെ എന്താണെന്നാണ് മനസ്സിലാക്കി വരുന്നത്. മാത്രമല്ല നമ്മൾ കുറച്ചൊക്കെ കുട്ടികളുടെ കേസസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു ടീനേജ് ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്, കുട്ടികളൊന്നും ഒറ്റയ്ക്ക് ഇരുന്നാൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചാൽ അവിടെ എന്തോ ഒരു ബോംബ് ഉണ്ടാക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്ന ഫാമിലിയാണ് പല ടീനേജേഴ്സും. ഇപ്പോൾ 90s പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ പ്രണയങ്ങളൊക്കെ അപ്പോൾ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ വീട്ടുകാർ എപ്പോഴും പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല. ഈ ഒരു കുറ്റപ്പെടുത്തൽ കേൾക്കും തോറും കുറ്റം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാന്നുള്ളതാണ്. നമ്മുടെ മക്കളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആദ്യം ചെയ്യേണ്ടത് പേരൻസിന്റെ കാര്യം, എൻ്റെ കുട്ടി എന്തൊക്കെ ചെയ്യും, അവൻ എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതിന് ഒരു ധാരണ വേണം. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു സൊസൈറ്റി ഇപ്പോഴും മാറിയിട്ടില്ല. അത് തന്നെ കുട്ടികളിൽ ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, തലവേദന കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ടീനേജിന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഹോർമോണൽ ചേഞ്ചസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഒരു കുട്ടി ഈ ടീനേജിൽ നിൽക്കുമ്പോൾ കുട്ടിയായിട്ട് ചിന്തിക്കും ചില സമയത്ത്, അതേസമയം ചില സമയത്ത് അവർ അഡൾട്ടായിട്ടും ചിന്തിക്കും. ഈ കുട്ടിയായിട്ട് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വീട്ടുകാർ വലിയ കാര്യം വന്ന് പറയുക, അപ്പോൾ അവരതായിട്ട് സെറ്റ് ആകുന്നില്ല. ഇനി അത് സമയം അവർ ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ കുറച്ച് അഡൾട്ടായി ചിന്തിച്ചിട്ടാവും പറയുക. ആ സമയത്ത് നമ്മൾ പറയും നീ കുട്ടിയല്ലേ, മാറി നിൽക്ക്. അപ്പൊ ഇതെല്ലാം കൂടി ഇവർക്ക് ആകെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് വലിയ വലിയ പ്രശ്നം. അപ്പൊ അവർക്ക് പറ്റുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ അവരുടെ അതേ ഏജ് ഗ്രൂപ്പിൽ പോയി സംസാരിക്കുമ്പോൾ എനിക്ക് ഇതേ പ്രശ്നം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ
മാത്രമല്ല ഗൂഗിൾ പോലെയുള്ള കാര്യങ്ങളുടെ കടന്നുവരവ് തന്നെ ഒരു പ്രശ്നമാണ്. ഒരു 2 ദിവസം തലവേദന എടുത്താൽ ഗൂഗിൾ ചെയ്യുമ്പോൾ ആങ്സൈറ്റി ആണ്. നെഞ്ചിലൊരു ഭാരം വന്ന ആങ്സൈറ്റി ആണ്. അപ്പോൾ ആങ്സൈറ്റി ഉള്ള ഫ്രണ്ടും ഫ്രണ്ടായി. അപ്പോൾ അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ റിലേഷൻ ആവുന്നു. കുറച്ച് കഴിഞ്ഞ് അവരത് ബ്രേക്കപ്പ് ആവുന്നു. ഇതാണ് പ്രസന്റിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് തിരിച്ചു വിടുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഒരു വലിയ പ്രശ്നമാണ്. വലിയ ഇഷ്യൂ ആണത്. നമ്മൾ പാരന്റ്സ് അറിയാതെ പോകും. നമ്മളിപ്പോൾ പാരന്റ്സിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർ 10 മിനിറ്റ് കേട്ടിരുന്നിട്ടും പിന്നെ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ എൻ്റെ മക്കളെ, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, അവരുടെ പ്രശ്നം അതൊന്നുമല്ല. അപ്പൊ അവരുടെ പ്രശ്നം പറഞ്ഞു കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഒരുപാട് പേരൻസ് ഇപ്പോഴും ഉണ്ട്. എന്നാലും ഒരുപാട് കുറെയൊക്കെ പേരൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. കുട്ടികളെ മനസ്സിലാക്കാനും അങ്ങനെ പഠിക്കണ ഒരുപാട് പേരൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പേരന്റ്സ് ചേഞ്ച് ആവാന്ന് പറയുമ്പോൾ ഇവര് പെട്ടെന്ന് ഒരു ദിവസമാണ് സ്വിച്ച് ഇട്ട പോലെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് നല്ലതിനായിരിക്കില്ല. പെട്ടെന്ന് ഒരു കിളീനെ കൂട് തുറന്നു വിട്ടാൽ അത് തിരിച്ചു വരില്ല, അത് അതിന്റെ വഴിക്ക് പോകും. അത്തരത്തിലാണ് പാരന്റ്സിന്റെ ചേഞ്ചസ് വരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം മാറുമ്പോൾ അത് ഇവര് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആവശ്യമുള്ളത് എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, പിടിക്കേണ്ടടുത്ത് പിടിക്കണം. അങ്ങനെയുള്ള ഒരു പാരന്റിങ് ലെവലിലേക്ക് വന്നാൽ മാത്രമേ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഡിവോഴ്സസ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് നമുക്ക് ഇപ്പൊ തോന്നും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളതെന്ന്. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ ഒരാളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അല്ലെങ്കിൽ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നൊരു തോന്നല് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ ഞാൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും എന്തിനാണ് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ രണ്ടു വഴിക്ക് സെപ്പറേറ്റ് ആയി പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു സൊല്യൂഷൻ. അതിനോട് എന്താണ് ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പൊ അമ്മ അല്ലെങ്കിൽ അവരുടെ മുന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യണം, പെണ്ണിന് ഇതൊന്നും സാധിക്കില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കണം, കൊച്ചുങ്ങളെ നോക്കണം എന്നുള്ളതാണ്. അവിടെ അവർ ജീവിച്ചിരുന്നില്ല. ഒരു സമയം മുഴുവൻ പാരന്റ്സിന് വേണ്ടി, അത് കഴിഞ്ഞ ഹസ്ബൻഡിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി ഇവർ ജീവിച്ചിരുന്നില്ല. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലായി ഞാൻ എവിടെ സന്തോഷിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി. എത്രയൊക്കെ പറഞ്ഞാലും സ്ത്രീയും പുരുഷനും തമ്മിൽ എല്ലാം കൊണ്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫിസിക്കലാണെങ്കിലും അവരുടെ ഹോർമോൺസിലാണെങ്കിലും എല്ലാം നല്ല ഡിഫറൻസ് ആണ്. എന്നാൽ പോലും സ്ത്രീകളും അവരുടെ സന്തോഷങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയത്ത് നോക്കൂ, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന അവരാണ്. അവർ ജോലിക്ക് പോകണം, കുട്ടികളെ നോക്കണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം, ഈ പറഞ്ഞ പോലെ കുട്ടികളെ പ്രസവിക്കണം, അല്ലേ? ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾ തന്നെ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്, അല്ലേ? ഒരു ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടുപേരുടെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുമ്പോഴാണ് ഈ പറയുന്ന ഡിവോഴ്സ് എന്ന കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സും മനസ്സിലാക്കേണ്ട കാര്യം, റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഇമോഷണൽ ഇൻറ്റമസി വേണം. രണ്ടുപേർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കും. ഈ സമയത്ത് ഈ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് മാറ്റിയിട്ട് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു ലെവലിലേക്ക് വന്നാൽ മാത്രമാണ് ഈ പറയുന്ന ഡിവോഴ്സിന്റെ അളവും കാര്യങ്ങളിലേക്കൊക്കെ കുറവ് വരുള്ളൂ. പക്ഷെ അതിന് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? സന്തോഷിക്കാനും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള അവസരം എല്ലാവർക്കും ആവശ്യമാണ്. അത് ആ ഒരു തിരിച്ചറിവാണ് ഈ പറയുന്ന ഡിവോഴ്സ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത്. ഈ ഒരു ഡിവോഴ്സ് എന്നതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡും കൂടെ നമുക്കിപ്പോ കാണാം. ആ ഒരു ലിവിങ് ടുഗദറിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്റെ മോൾക്ക് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അങ്ങനെ വല്ല പാരന്റ്സ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതായത് ലിവിങ് ടുഗദറിന്റെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പോഴും അവർ കൺസേൺഡ് ആവുന്നത് സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നുള്ളതാ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഓക്കെ, നല്ലതാണ്. ഒരു 10 വർഷം ജീവിച്ചിട്ട് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലേ? അതിനും ഭേദം ഒരാളെ മനസ്സിലാക്കാൻ പറ്റിയിട്ട് അത് ഒരു ആവശ്യമാണെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു മാരേജിലേക്ക് പോവാം. നമ്മൾ പലപ്പോഴും ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, രണ്ട് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ജീവിക്കുന്നു, പലപ്പോഴും രണ്ട് കുട്ടികളൊക്കെ ആകുമ്പോഴാണ് അവർ അറ്റ്ലീസ്റ്റ് ആ റിംഗ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നതും നീ എൻ്റേതാണെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതായത് അത്രയും അവർ ഡീപ്പായി മനസ്സിലാക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ പിന്നീട് അവരൊരാളിലേക്ക് പോകുന്നില്ല, അവർ തമ്മിൽ കണക്റ്റഡ് ആണ്, എല്ലാം കൊണ്ടും കണക്റ്റഡ് ആണെന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ. പലപ്പോഴും അതിനെ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഒരു കൾച്ചർ എന്നുള്ളതൊരു നമ്മൾ വളർന്നു വന്ന സൊസൈറ്റി എന്നുള്ളത് മാറാതെ ഇതൊന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചിന്തകളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാമിന് വന്നിട്ടുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല മക്കൾക്ക്, ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള പാരന്റ്സിന് എന്താണ് സജഷൻ കൊടുത്തു വെച്ചിട്ടുള്ളത്?
ഈ പറയുന്ന ഒരു സജഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ അതിനെ എതിർക്കും തോറും അവർക്കത് ചെയ്യാനുള്ള ടെൻഡൻസി വരാണ്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, ഇനി അത് അവർ അറിയാതെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് ആർക്കും നിർബന്ധിച്ച് ചെറിയ പണ്ടത്തെ പോലെ പിടിച്ചു കെട്ടിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ അവർ ജീവിക്കട്ടെ, അവർക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വരാണെങ്കിൽ നിങ്ങൾ അവരെ അംഗീകരിക്കാൻ പഠിക്കുക. പിന്നെ നമ്മളുടെ മക്കളാണ്, നമ്മളാണ് അവരെ വളർത്തിയതും വലുതാക്കിയതും. അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ അതിനു വേണ്ടി അലോ ചെയ്യുക. ചുറ്റുമുള്ള ആളുകൾ എന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ടല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഡിസിഷൻ എടുക്കൂ എന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഗേ റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് പ്രസന്റ്ലി വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ അതിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഒരു ഗേ കപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ ഒരാളുടെ ഈ പറയുന്ന നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ജനിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങൾ കൊണ്ടാണ് അവരങ്ങനെയായി മാറുന്നത്. അപ്പോൾ അവരെ നമുക്ക് കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട്, ഈ പറയുന്ന അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടെങ്കിലും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം ജെൻഡർ മാറ്റാന്നുള്ളൊരു കാറ്റഗറി. ബൈസെക്ഷൽസ് ആണ് കൂടുതലായിട്ട് അങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുന്നത് അത് നമുക്ക് അത്രയും എൻകറേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അതൊരു ജസ്റ്റ് അവർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നൊരു തോട്ടിലേക്ക് വരും. ഇങ്ങനെയുള്ള ആളുകളാണ് സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ഇഷ്യൂസിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് തോന്നാറുണ്ട്. ഇപ്പോഴും ഒരുപാട് പാരന്റ്സ് ഈ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് കുട്ടികളെ ആ ഒരു ട്രെൻഡിലേക്ക് മാത്രം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു ലവ് മാരേജ് എന്നതിനപ്പുറം അറേഞ്ച്ഡ് മാരേജ് പാരന്റ്സ് പറയുന്നത് പോലെ തന്നെ പഠിച്ച് അവസാനം കല്യാണത്തിനും ഇപ്പൊ കാസ്റ്റ് ഒക്കെ നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്? അങ്ങനത്തെ പാരന്റ്സിനോടും കുട്ടികളോടും എന്താണ് പറയുന്നത്? നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ലവ് റിലേഷൻഷിപ്പ് കടന്നിട്ടായിരിക്കും പലപ്പോഴും അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താറുള്ളത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ. ഇനിയിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഫിസിക്കൽ നേച്ചർ ആവട്ടെ, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ലെവലാവട്ടെ, അയാൾ സംസാരിക്കുന്ന രീതി ആവട്ടെ, അതിനെ നമുക്ക് ഇപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും വീട്ടുകാരാണെങ്കിലും ഫീഡ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞാൽ അതങ്ങ് ശരിയായിക്കോളും എന്ന് പറയും. അതൊക്കെ മാറും, നീ അത് ഓക്കെ ആയിക്കോളും എന്ന് പറയും. അത് ഒരിക്കലും ഓക്കെ ആവില്ല. ഇപ്പോഴുള്ള ഒരാളുടെ ഒരു അറ്റ്ലീസ്റ്റ് അയാൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന രീതി ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ട്, അല്ലേ? അല്ലെങ്കിൽ പെറ്റിനെ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ട്. അവരും വിചാരിക്കും ഓക്കെ കല്യാണം കഴിഞ്ഞാൽ ഞാനത് ഓക്കെ ആവുന്നു. പക്ഷേ ഈ ഇറിറ്റേഷൻ ലെവൽ കൂടി വരും. അതുകൊണ്ട് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഇയാളെ ഇപ്പം അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഒരു പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുക. അല്ലാതെ കല്യാണത്തിന് ശേഷം അയാൾ മാറും എന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഫെയിലിയർ ആയിരിക്കും. വാട്ട് അബൌട്ട് വൺ സൈഡിലോ? ഒരുപാട് വൺ സൈഡ് റിലേഷൻഷിപ്പുകളും അതിന്റെ ബ്രേക്ക് ഡൗൺസും ഹാർട്ട് ബ്രേക്കിങ്ങും ഈ വൺ സൈഡ് റിലേഷൻഷിപ്പുകൾ തന്നെ മടുത്ത് ഒരുപാട് പേര് റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. ചിലപ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടീനെ ഇഷ്ടമാവുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ കുറെ നാള് പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് അവസാനം എന്നാ കല്യാണം കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി കല്യാണം കഴിക്കുന്നവരുണ്ട്. അങ്ങനൊരു റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? വൺ സൈഡ് ലവ് സക്സസ് ആവുന്നത് വളരെ കുറവാണ്. കാരണം ഒരാൾക്ക് മാത്രമാണ് അയാളുടെ എൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും മറ്റാൾ ഇഷ്ടപ്പെടുന്നത്. അയാളുടെ കാഴ്ചപ്പാടിൽ ഓക്കെയാണ്, അപ്പുറ സൈഡ് നിൽക്കുന്ന ആൾക്ക് അത് ഓക്കെ അല്ല. ഇയാൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആദ്യം തോന്നിയ ഒരു ഫീൽ തന്നെയായിരിക്കും എല്ലായ്പ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ അയാളുടെ ഡ്രസ്സിങ് രീതി മാറ്റാണ്, പക്ഷേ ഇയാൾ അതിൽ ഉള്ളു തുറന്ന് ഹാപ്പി അല്ല. മനസ്സിലായോ? എനിക്കെന്നും മറ്റേ സാധാരണ മുണ്ടെടുത്ത് നടന്നിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം പാൻറ് ഇടുമ്പോൾ വലിയ സുഖമുള്ള കാര്യമല്ല, പക്ഷെ മറ്റാൾക്ക് വേണ്ടി മാറുന്നു. ഇത് കാണുന്ന ഒരാൾക്കും വലിയ ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? കംഫർട്ടബിൾ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും മറ്റൊരാളും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. എല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം എല്ലായ്പ്പോഴും സക്സസ് ആവില്ല. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് പൊട്ടിത്തെറിക്കും. സഫോക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ വലിയ ഇഷ്യൂസിലേക്ക് തന്നെ പോകും. അപ്പൊ അത്തരത്തില് ഒരാളെ കഷ്ടപ്പെട്ട് നടന്ന് ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നത് അംഗീകരിക്കുന്ന ഒരാളെ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ആസ് എ സൈക്കോളജിസ്റ്റ് ഒരു കർമ്മ ബിലീവർ ആണോ? കർമ്മ ബിലീവർ ഒന്നുമല്ല ഞാൻ. കർമ്മ അല്ലെങ്കിൽ ഒരു ദൈവ വിശ്വാസി ഒന്നുമല്ല. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ഒരു എനർജിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രിയ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു റോബോട്ടാണെന്ന് വിചാരിക്കൂ, എല്ലാം ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് സെൻസിറ്റീവ് സ്കിൻസ് ഉള്ള റോബോട്ട് പോലെ ഉണ്ട്, അല്ലേ? പക്ഷേ
അതിന് നമ്മളൊരു ചാർജ് കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് ആവുന്നില്ല. എന്നാൽ പ്രിയക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കൈ ഉയർത്താം, കാലുയർത്താം, ചിരിക്കാം, കരയാം. ഇതിന് ആരെങ്കിലും പ്രിയക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചാർജ് തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ അത് നമ്മളിലുള്ള ഒരു എനർജിയാണ് അല്ലേ? അങ്ങനെ ഒരു എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന ആളാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മൂവ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു, ഒരുപാട് സൂയിസൈഡിലേക്ക് പോകുന്നു, അങ്ങനെ ഒരുപാട് കേസസ് കേൾക്കുന്നുണ്ട്. ഡിപ്രഷൻ മൂലം, സൈക്കോളജിസ്റ്റിന്റെ ഡിപ്രഷൻ മൂലം എന്ന് പറയുമ്പോൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ഒരുപാട് പേഷ്യൻസ്, ക്ലയൻസ് ഉണ്ടല്ലോ. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് സൈക്കോളജിസ്റ്റ് ഫേസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരാളെ കേൾക്കുന്ന സമയത്ത് പല പേഴ്സൺസിനും പല ട്രോമാസ് ഉണ്ടാവും. ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു. പലപ്പോഴും ഇത്തരത്തെ ഹിപ്നോതെറാപ്പി പോലുള്ള ഹീലിംഗ് പ്രോസസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഒരു പ്രശ്നമല്ല, നമ്മൾ ചിലപ്പോൾ ഒരു 5-6 ആളുകളെ കേൾക്കുമ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസും കാര്യങ്ങളെല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചില ദിവസത്തെ മൂഡിനെ തന്നെ അത് പലതരത്തിലും ബാധിക്കും. പക്ഷെ അത് പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഡൗൺ ആയാൽ അവർ ചിന്തിക്കും, എന്താ കുറുന്തോട്ടിക്ക് വാദം വരുമോ, തരത്തിലാണ് ചിന്തിക്കുന്നത്. അതും അല്ലെങ്കിൽ രണ്ടാമത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു കാര്യം പറഞ്ഞാലും നീ സൈക്കോളജിസ്റ്റ് അല്ലേ, നിനക്ക് സങ്കടം വരാൻ പാടുണ്ടോ, നിനക്കിത് മനസ്സിലാവുന്നില്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറയും. ഇനി ഇതൊന്നല്ലാതെ ആളുകൾ ഈ പറയുന്ന പോലെ ഡിപ്രഷൻ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ഡൗൺ ആയാൽ തന്നെ നിനക്ക് ഡിപ്രഷനാ, മനസ്സിലായോ, എല്ലാവരും എവിടെ നിന്നൊക്കെ കേട്ട് പറയുന്നു. ഈ പറയുന്ന നെഗറ്റിവിറ്റി ശരിക്കും നമ്മളെ ബാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിനെ ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ സിൻസിയറായിട്ട് പാഷനായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത് ബാധിക്കാറുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഈ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് സങ്കടം പറയുമ്പോൾ നമ്മൾ അവരെ സമാധാനിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് ആണ്. എനിക്ക് തന്നെ പല ക്ലയൻസും അവരുടെ പ്രശ്നങ്ങൾ തീർന്നിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ചിലർ നമ്മളോട് ചോദിക്കും, ഒരു ഹഗ് തരട്ടെ ചോദിക്കും. മനസ്സിലായോ? അവർ അത്ര പോലും ഹാപ്പി ആവുമ്പോഴാണ് അവർ ഉള്ളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതുകൊണ്ട് നമുക്ക് ഓക്കെ, നമ്മളും പലപ്പോഴും ഹീൽ ആവാറുണ്ട്. സെൽഫ് ഹീൽ ചെയ്യാനുള്ള സോഴ്സസിനെ സ്വയം എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഏതൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും. അപ്പൊ ഇത്രയധികം സമയം നമ്മുടെ സ്റ്റോറീസോ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഇത്രയധികം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജെയ്ഡ് ഹാലോ കൗൺസിലിംഗ് കൺസൾട്ടൻസി CEO ആയിട്ടുള്ള നിവ്യ രഞ്ജിത്ത് മാം ആണ്. മാം ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, സൊസൈറ്റിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു. മാമിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് ഇസ് KP സൈനിങ് ഓഫ് സ്റ്റോറീസ് ഓഫ് ഫോർത്തോട്ട്.